ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SSLC 2025-26 മാത്തമാറ്റിക്സ് അഥവാ ഗണിതത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ബി ആണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ക്യാൻ ബി ദ ഡിഫറൻസ് ഓഫ് ടു ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 10, 16, 22 എക്സെട്ര. 10, 16, 22 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ രണ്ടു പദങ്ങളുടെ വ്യത്യാസമാകാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 10, 16, 22 എക്സെട്ര. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്താണ്? 10ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം. 16ൽ നിന്ന് 10 പോയാൽ എത്രയാണ്? 6ആണ്. 22ൽ നിന്ന് 16 പോയാൽ എത്രയാണ്? 6ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്നത് 6ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 6ആണ്. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ മറ്റേത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും 6ന്റെ മൾട്ടിപ്പിൾ അഥവാ 6ന്റെ ഗുണിതമാവില്ലേ? അതായത് ഇപ്പോൾ 10ഉം 22ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 22ൽ നിന്നും 10 പോയാൽ എത്രയാണ് വരുന്നത്? 2, 1. അതായത് 12ആണ്. 12 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇനി 22 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ നമ്മൾ എഴുതുകയാണ് 28. ഇനി 28ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണ്. 28ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8, 1, 18. 18 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അഥവാ 6ന്റെ ഗുണിതമല്ലേ? അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് രണ്ട് പദങ്ങളുടെ വ്യത്യാസവും അതിന്റെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അഥവാ ഗുണിതമായിരിക്കും. ഇനി കോമൺ ഡിഫറൻസിന്റെ അഥവാ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 6ന്റെ ഗുണിതം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 12 6ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 12നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അത് 6ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 40, 51, 48, 28. ഇതിൽ 6ന്റെ മൾട്ടിപ്പിൾ അഥവാ 6ന്റെ ഗുണിതമാവാൻ സാധ്യതയുള്ള നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ 40നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 40ൽ എത്ര 6 ഉണ്ട്? 6 ഇൻറ്റു 6 എത്രയാണ്? 36 ആണ്. 40ൽ നിന്ന് 36 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അതായത് 40നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം 4 ആണ്. അതുകൊണ്ട് എന്താണ്? 40 6ന്റെ മൾട്ടിപ്പിൾ അഥവാ ഗുണിതമല്ല. ഇനി രണ്ടാമത്തെ ടേം എടുക്കുകയാണ് 51. 51നെ 6 കൊണ്ട് ഗുണിക്കുകയാണ്. 51ൽ എത്ര 6 ഉണ്ട്? 8. 8 ഇൻറ്റു 6 എത്രയാണ്? 42. 48. ഇനി 51ൽ നിന്നും 48 പോയി കഴിഞ്ഞാൽ എത്ര വരും? 3. അതായത് 51നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ 3 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 51 6ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തത് 48. 48ൽ എത്ര 6 ഉണ്ട്? 8. 8 ഇൻറ്റു 6 48. 48ൽ നിന്ന് 48 പോയാൽ 0. അതായത് 48നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. അതായത് 48 എന്നത് 6ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതായത് 48 എന്നത് 6 എന്ന സംഖ്യയുടെ ഒരു ഗുണിതമാണ്. അതുകൊണ്ട് ഉത്തരം എന്താണ്? 48 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം. In the picture, the rectangle joining the midpoints of the sides of a right triangle is drawn. If a point is marked arbitrarily within the triangle, what is the probability that it will be within the rectangle? ചിത്രത്തിലെ മട്ടത്രികോണത്തിന്റെ 3 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ചതുരം വരച്ചിരിക്കുന്നു. ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചതുരത്തിനുള്ളിൽ ആകാനുള്ള സാധ്യത എന്താണ്? ഇവിടെ ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജ്യാമിതീയ സാധ്യതയാണ് ഉപയോഗിക്കുന്നത്. ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ സ്ഥലത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്നത് ആ ഫിഗറിന്റെ മുഴുവൻ ഏരിയയാണ്. ഇതാണ് ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ.
ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ് തന്നിട്ടുള്ളത്. ഈ മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും മിഡ് പോയിന്റ് അഥവാ നടുഭാഗം എടുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ആ കുത്തുകളെല്ലാം യോജിപ്പിച്ച് ഒരു റെക്ടാംഗിളും വരച്ചിട്ടുണ്ട്, ഒരു ചതുരം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ ഈ ചതുരത്തിന്റെ ഉള്ളിൽ ആ കുത്ത് വീഴാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഈ മട്ട ത്രികോണത്തിന്റെ പരപ്പളവാണ്. ഇനി ഫേവറബിൾ സ്പേസിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏതാണ് ഫേവറബിൾ സ്പേസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഈ റെക്ടാംഗിൾ അഥവാ ഈ ചതുരത്തിൽ കുത്ത് വീഴാനുള്ള സാധ്യതയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഫേവറബിൾ സ്പേസ് എന്നത് ഈ റെക്ടാംഗിൾ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ പരപ്പളവ്. ഇനി ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അത് എഴുതിയിട്ടുണ്ട്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റെക്ടാംഗിൾ ഈ ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവാണ്. അതെങ്ങനെയാണ് കാണുക, നമുക്ക് തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ സൈഡ് വശത്തിന്റെ കറക്റ്റ് നടുവിലാണ് ഈ പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ലെങ്ത് എന്തായിരിക്കും, ടോട്ടൽ ലെങ്ത് h ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ത് വരും, h/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഏരിയ ഓഫ് റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോ റെക്ടാംഗിളിന്റെ ലെങ്ത് കിട്ടി, എത്രയാണ്, ലെങ്ത് ഈക്വൽ ടു h/2 ആണ്. ഇനി ഈ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി കണ്ടുപിടിക്കണം. ഇതാണ് വീതിയായിട്ട് എടുക്കുന്നത്. ഇവിടെ ടോട്ടൽ ഈ ട്രയാങ്കിളിന്റെ വശത്തിന്റെ നീളം b ആണ്, അതിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും, b/2. അപ്പോൾ റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി എന്നത് എത്രയാണ്, b/2 ആണ്. അപ്പൊ ഏരിയ ഓഫ് റെക്ടാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എങ്ങനെയാണ് എഴുതുക, h/2 ഇൻറ്റു b/2. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ആദ്യം തന്നെ h/2 ഇൻറ്റു b/2 എന്ത് വരും, h ഇൻറ്റു b, hb എന്ന് വരും, 2 ഇൻറ്റു 2 4 വരും, ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു b ഇൻറ്റു h എങ്ങനെ എഴുതാം, b ഇൻറ്റു h bh ഡിവൈഡഡ് ബൈ 2. ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക, hb ഡിവൈഡഡ് ബൈ 4 ഹരിക്കണം bh ഡിവൈഡഡ് ബൈ 2. ഇനി ഈ ഹരണം നമുക്ക് ഗുണനമാക്കണം. hb ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു, ഇത് ഗുണനമാക്കുന്ന സമയത്ത് അതിന്റെ നെക്സ്റ്റ് വരുന്ന ടേമിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കണം. bh/2ന്റെ വ്യുൽക്രമം 2/bh ആണ്. ഇവിടെയും bh ആണ്, ഇവിടെയും hb ആണ്. അത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് 2/4. 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2ന്റെ പകുതി 1, 4ന്റെ പകുതി 2. ഉത്തരം 1/2 ആണ്. അതായത് the probability that it will be within the rectangle, നമ്മൾ വരയ്ക്കുന്ന ആ മാർക്ക് റെക്ടാംഗിളിന്റെ ഉള്ളിലാവാനുള്ള സാധ്യത ഓപ്ഷൻ എ 1/2 ആണ്. മൂന്നാമത്തെ ചോദ്യം, the algebraic form of an arithmetic sequence is xn equal to 4n minus 3. What is the remainder on dividing any term of this sequence by 4? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn equal to 4n minus 3 ആണ്. ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ആൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്, xn equal to 4n minus 3. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ടേംസുകൾ കണ്ടുപിടിച്ചൂടെ അഥവാ പദങ്ങൾ കണ്ടുപിടിച്ചൂടെ. ഒന്നാമത്തെ പദം എങ്ങനെയാണ് കാണുക, എണ്ണിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 4 × 1 4 ആണ്, 4ൽ നിന്ന് 3 പോയാൽ 1. ഇനി രണ്ടാമത്തെ ടേം അഥവാ രണ്ടാമത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 4 × 2 - 3, 4 × 2 8 ആണ്, 8ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 5 ആണ്. ഇനി മൂന്നാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കാം, 4 × 3 - 3, 4 × 3 12 ആണ്, 12ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ 9. അതായത് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, 1 5 9 എക്സെട്ര. ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എത്രയാണ് വരുന്നത്, 5ൽ നിന്ന് 1 പോയാൽ 4 ആണ്.
അതുപോലെ 5ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസവും 4ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1, 5, 9 എക്സെട്ര ആണ്. ഇതിലൊരു ടേം ഏതെങ്കിലും ഒരു ടേം എടുക്കുന്നു, അതിനെ 4 കൊണ്ട് ഹരിക്കുന്നു. 5ൽ എത്ര 4 ഉണ്ട്? 1. 1 ഇൻറ്റു 4 4. 5ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 1. അതായത് നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 1. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി 4ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ക്യാൻ ബി എ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ്? ചുവടെ കൊടുത്തവയിൽ ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖമാകുന്ന ത്രികോണം ഏതാണ്? അതായത് നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡ് എങ്ങനെയാണ് വരിക? ഇതാണ് ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് അഥവാ അടിഭാഗം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. സൈഡുകൾ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം ഷേപ്പ് ആയിരിക്കും. ഇനി ഈ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ട്രയാങ്കിൾസുകളെയാണ്. ഇങ്ങനത്തെ 4 ട്രയാങ്കിൾസുകളാണ് ഉണ്ടാവുക. അങ്ങനെ ഈ ട്രയാങ്കിൾസിനെയാണ് ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ക്വയർ പിരമിഡിന്റെ ഈ ലാറ്ററൽ ഫേസ് അഥവാ ഈ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾസുകൾ എപ്പോഴും ഐസോസിലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണങ്ങളായിരിക്കും. എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾസ്? അവയുടെ 2 കോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ കോണും എപ്പോഴും തുല്യമായിരിക്കും. ആ കോണുകൾക്ക് വരുന്ന ഓപ്പോസിറ്റ് സൈഡുകളും തുല്യമായിരിക്കും. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ ഈ കോണും ഒക്കെ തുല്യമായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഈ 3ാമത്തെ ആംഗിൾ, അതായത് ഈ ആംഗിൾസുകൾ ഉണ്ടല്ലോ, ഇവ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ്, 4 ട്രയാങ്കിൾസ് അഥവാ 4 ത്രികോണങ്ങൾ തന്നിട്ട് ഇതിൽ ഏതാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാവുന്ന 2 നിബന്ധനകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ആ ട്രയാങ്കിൾസ് ഐസോസെലസ് ട്രയാങ്കിൾസ് ആവണം. രണ്ടാമത്തത് 3ാമത്തെ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഈ 2 പ്രോപ്പർട്ടീസും യോജിക്കുന്ന ഏത് ട്രയാങ്കിൾ ആണ് ഇതിലുള്ളതെന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ ഓപ്ഷൻ എ 35 ഡിഗ്രി 35 ഡിഗ്രി, അതായത് 2 ആംഗിൾസ് തുല്യമാണ്, അതായത് അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി 3ാമത്തെ ആംഗിൾ എത്രയാണ്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. 180 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രിയും 35 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 110 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്രയാണ്? 110 ഡിഗ്രി. 3ാമത്തെ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ ആവുകയില്ല. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ 40 ഡിഗ്രി 40 ഡിഗ്രി, അതായത് ഈ ട്രയാങ്കിൾ എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഈ ആംഗിൾ എത്ര വരും? 40 40 80 അല്ലേ? 180ൽ നിന്ന് 80 പോയാൽ ഈ ആംഗിൾ 100 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടിയില്ലേ? അതായത് ഇതും ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് അല്ല. ഇനി 3ാമത്തെ ഓപ്ഷൻ 45 ഡിഗ്രി 45 ഡിഗ്രി, അതായത് ഈ ട്രയാങ്കിളും എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 45 45 90 ആണ്. 180ൽ നിന്നും 90 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. പക്ഷെ നമുക്ക് വേണ്ട സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിന്റെ 3ാമത്തെ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. അതുകൊണ്ട് ഈ ട്രയാങ്കിളും എന്തല്ല? ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസ് അല്ല. ഇനി 4ാമത്തെ ഓപ്ഷൻ 50 ഡിഗ്രി 50 ഡിഗ്രി, അതായത് 100 ആയില്ലേ? 180ൽ നിന്നും 100 പോയി കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര വരും? 80 ഡിഗ്രി. അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവാവുകയും ചെയ്തു. ഈ ട്രയാങ്കിൾ എന്താണ്? 2 ആംഗിൾസ് തുല്യമായതുകൊണ്ട് ഒരു ഐസോസിലസ് ട്രയാങ്കിളുമാണ്. അതായത് ഒരു സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിന്റെ 2 പ്രോപ്പർട്ടീസും എന്ത് ചെയ്തിട്ടുണ്ട്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 5ാമത്തെ ചോദ്യം. Which of the following are the coordinates of the point where the graph of the polynomial x square minus 4x intersects the x-axis? x square minus 4x എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ചുവടെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോ ഇതെന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 4x എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫുകൾ എങ്ങനെയൊക്കെയാണ് വരിക? ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് വരുന്നത്.
ഇനി ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒരു ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗ്രാഫ് എങ്ങനെയാ വരിക? സ്ട്രെയിറ്റ് ലൈൻസുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ഗ്രാഫുകൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ x² - 4x എന്ന പോളിനോമിയൽ എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷത്തെയാണ് മുറിച്ചു കടക്കുന്നത്. ഇവിടെ എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ഗ്രാഫുകൾ ഏതൊക്കെയാണ്? ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് എക്സ് ആക്സിസിനെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഈ 2 പോയിന്റ്സിൽ എക്സ് ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ആവാം. അതുപോലെ ഈ ഗ്രാഫും എന്താണ്? എക്സ് ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫും ആവാം. ഈ ഒരു കർവ് ഏത് ആക്സിസുകളെയാണ് കട്ട് ചെയ്യുന്നത്? വൈ ആക്സിസുകളെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഗ്രാഫും വൈ ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഗ്രാഫും x² - 4x ഗ്രാഫുകളല്ല. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് x² - 4x എന്ന പോളിനോമിയലിന്റെ ഗ്രാഫ്. സപ്പോസ് നമ്മൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഗ്രാഫ് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇതാണ് എന്ന് വിചാരിക്കുകയാണ്. x² - 4x എന്ന പോളിനോമിയലിന്റെ ഗ്രാഫ് ഇതാണെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സൂചക സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഈ സൂചക സംഖ്യ എങ്ങനെ എഴുതുക? ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, എക്സിന്റെ ഒരു വാല്യൂ ഉണ്ടാവും, അതാണ് നമ്മൾ ആദ്യം എഴുതുക. ഇനി വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? ഇവിടെ വൈ 0 സമാനമായിട്ടാണ് ഈ പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പൊ വൈ കോർഡിനേറ്റ് 0 ഇതേപോലെ തന്നെ ഇവിടെ ഒരു -x വന്നിട്ടുണ്ടാവും. അതുപോലെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ എക്സ് കോർഡിനേറ്റുകളാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളിൽ വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യകൾ 0 ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു x² - 4x എന്നല്ലേ? ഇതിൽ ഈ പി ഓഫ് എക്സ് നമുക്ക് വൈ ആയിട്ട് എടുക്കണം. y ഈക്വൽ ടു x² - 4x. അപ്പോ നമ്മളുടെ കോർഡിനേറ്റ്സിൽ രണ്ടെണ്ണത്തിലും y കോർഡിനേറ്റ് 0 അതായത് x² - 4x ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്താണോ അതാണ് ഈ എക്സ് കോർഡിനേറ്റുകളുടെ നമ്പേഴ്സ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? x² - 4x ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക എങ്ങനെയാണ്? രണ്ടെണ്ണത്തിലും എന്തുണ്ട്? 2 ടേമിലും എക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ് പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി എന്ത് വരും? x² എന്ന് ഒരു എക്സ് പോയാൽ ബാക്കി ഒരു എക്സ് ഉണ്ട്. -4x എന്ന് എക്സ് പോയാൽ -4 ആണ് ബാക്കിയുള്ളത്. x × x - 4 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു 0 ഓർ x - 4 ഈക്വൽ ടു 0. അതായത് x × x - 4 0 ആവണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ x 0 ആവണം, അല്ലെങ്കിൽ x - 4 0 ആവണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ x ഈക്വൽ ടു 0 എന്നതാണ് ഒരു വാല്യൂ, എക്സിന്റെ ഒരു വാല്യൂ അതാണ്. ഇനി രണ്ടാമത്തെ വാല്യൂ x ഈക്വൽ ടു -4 ഈ സൈഡിലേക്ക് പോയാൽ +4. അപ്പൊ x ഈക്വൽ ടു 0, x ഈക്വൽ ടു 4. y 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 1 0 1 4. അപ്പൊ നമുക്ക് കിട്ടിയ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണ്? 0 0 അതുപോലെ 4 0. അപ്പൊ ഒരു പോളിനോമിയൽ തന്നിട്ട് അത് എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആ പോളിനോമിയലിന് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് ഇതുപോലെ കോർഡിനേറ്റ്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആറാമത്തെ ചോദ്യം. The median daily wage of 25 workers in a factory is 1000 rupees. Read the following statement about their wages. The daily wage of every worker in the factory is more than 1000 rupees. 12 workers in this factory get 1000 rupees or more as daily wages. 12 workers in this factory get 1000 rupees or less as daily wages. 25,000 rupees is needed to pay 1 day's wage for the workers in this factory. Now choose the correct answer from those given below. ഒരു സ്ഥാപനത്തിലെ 25 തൊഴിലാളികളുടെ ദിവസവേതനത്തിന്റെ മധ്യമം 1000 രൂപയാണ്. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വേതനത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തേത്, ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എല്ലാം ദിവസവേതനം 1000 രൂപയിൽ കൂടുതലാണ്. 12 തൊഴിലാളികളുടെ ദിവസവേതനം 1000-മോ അതിൽ കുറവോ ആണ്. 12 തൊഴിലാളികളുടെ ദിവസവേതനം 1000-മോ അതിൽ കൂടുതലോ ആണ്. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ 25,000 രൂപയാണ് ആവശ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? The median daily wage of 25 workers in a factory is 1000 rupees. 25 വർക്കേഴ്സ് ഉള്ള ഒരു ഫാക്ടറി. ആ ഫാക്ടറിയിലെ മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതായത് 25 വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും ചെറിയ ശമ്പളം മുതൽ
വലിയ ശമ്പളം വരെയുള്ള ആളുകളായിട്ട് നിർത്തുന്നു. 25 ആളുകളെ നമ്മൾ നിരത്തി നിർത്തുകയാണ്. ഇതിൽ ഒന്നാമത്തെ ആൾക്കായിരിക്കും ഏറ്റവും ചെറിയ ശമ്പളം, പിന്നെ കിട്ടുന്നത് രണ്ടാമത്തെ ആൾക്ക്, പിന്നെ കുറച്ച് കൂടുതലായിരിക്കും മൂന്നാമത്തെ ആൾക്ക്, കുറച്ച് കൂടുതലായിരിക്കും നാലാമത്തെ ആൾക്ക്, അങ്ങനെ 25ാമത്തെ ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ മീഡിയൻ ഡെയിലി വേജ് ഓഫ് 25 വർക്കേഴ്സ്. ഈ 25 വർക്കേഴ്സിന്റെ മധ്യമ ദിവസവേതനം എന്നത് 1000 രൂപയാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 25 ആളുകളെ നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അതായത് ഏറ്റവും ചെറിയ ദിവസവേതനം മുതൽ ഏറ്റവും വലിയ ദിവസവേതനം വരെയാക്കി നിർത്തിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മിഡിൽ വരുന്ന ആളുടെ ശമ്പളമാണ് ഈ മീഡിയൻ ഡെയിലി വേജ്, അതായത് 1000 രൂപ എന്ന് പറയുന്നത്. ഈ 25 ആളുകളിൽ കറക്റ്റ് നടുവിൽ വരുന്ന ആളാരായിരിക്കും? നമുക്കറിയാം പൊസിഷൻ ഓഫ് മീഡിയൻ ഓഡ് നമ്പർ ആണെങ്കിൽ അഥവാ ഒറ്റ സംഖ്യയാണെങ്കിൽ മീഡിയനിന്റെ പൊസിഷൻ എങ്ങനെയാണ് കാണുക? അഥവാ മീഡിയൻ മധ്യമത്തിന്റെ സ്ഥാനം എങ്ങനെയാണ് കാണുക? പൊസിഷൻ ഓഫ് മീഡിയൻ ഈക്വൽ ടു, ഇവിടെ ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് n+1/2, അതായത് എന്താണ് 25 + 1 26/2 എന്ത് വരും? 13. അതായത് ഇവിടുത്തെ 13ാമത്തെ പേഴ്സന്റെ ശമ്പളമാണ് 1000 രൂപ എന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും ചെറിയ ശമ്പളം കിട്ടുന്ന ആളെ മുതൽ ഏറ്റവും വലിയ ശമ്പളം കിട്ടുന്ന ആൾ വരെയാക്കി നമ്മൾ 25 ആളുകളെ നിരത്തി നിർത്തുന്നു. അതിലെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുന്നത് ആരുടെ ശമ്പളമാണ്? ഇങ്ങനെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ അതിൽ 13ാമതായി വരുന്ന ആളുടെ ശമ്പളമാണ് ഈ മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുന്നത് 1000 രൂപ. മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ, അതായത് ഏറ്റവും നടുവിലെ വാല്യൂ ആണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 25 ആളുകൾ നിൽക്കുമ്പോൾ ഏറ്റവും നടുവിൽ നിൽക്കുന്ന ആൾ ആരാണ്? 13ാമത്തെ ആളാണ്. അയാളുടെ ശമ്പളമാണ് 1000 റുപ്പീസ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫോൾസ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ഡെയിലി വേജ് ഓഫ് എവരി വർക്കർ ഇൻ ദിസ് ഫാക്ടറി ഈസ് മോർ ദാൻ 1000 റുപ്പീസ്. എന്താണ് പറയുന്നത്? ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന 25 ആളുകളുടെയും ശമ്പളം 1000 രൂപയേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അല്ല. 1 മുതൽ 12 വരെയുള്ള ആളുകൾക്ക് 1000-ൽ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നത്. ലെസ് ദാൻ 1000, 1000-ൽ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നത്. ഇനി 14ാമത്തെ ആള് മുതൽ 25ാമത്തെ ആള് വരെയുള്ള ആളുകൾക്കോ മോർ ദാൻ 1000, 1000-ൽ കൂടുതൽ പൈസയാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്, തെറ്റാണ്. ഇനി രണ്ടാമത്തേത് 12 വർക്കേഴ്സ് ഇൻ ദിസ് ഫാക്ടറി ഗെറ്റ് 1000 റുപ്പീസ് ഓർ മോർ ആസ് ഡെയിലി വേജസ്. അതായത് ഈ ഫാക്ടറിയിലെ 25 ആളുകളിൽ 12 ആളുകൾക്ക് 1000-ൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. അതായത് 14 മുതൽ 25 വരെ 12 ആളുകളില്ലേ? 14 to 25 എന്ന് പറയുമ്പോൾ 12 പേഴ്സൺസ് ആണ് അവിടെ ഉള്ളത്. 12 ആളുകൾക്ക് 1000-ൽ കൂടുതൽ പൈസ കിട്ടുന്നില്ലേ? അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 12 വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി ഗെറ്റ് 1000 റുപ്പീസ് ഓർ ലെസ് ആസ് ഡെയിലി വേജ്. അതായത് 12 ആളുകൾക്ക് 1000-ൽ കുറവാണ് ശമ്പളം. ഇവിടെ 1 മുതൽ 12 ആളുകൾക്ക് 1000-ൽ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് 25,000 റുപ്പീസ് ഈസ് നീഡഡ് ടു പേ 1 ഡേയ്സ് വേജ് ഫോർ ദ വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി. ഈ ഫാക്ടറിയിൽ 25 ആളുകൾക്കും ശമ്പളം കൊടുക്കാൻ 25,000 രൂപ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് മീഡിയൻ വെച്ച് അതൊരിക്കലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത് നമുക്ക് എന്ത് കാണണം? 25,000 രൂപയാണോ എന്ന് അറിയണമെങ്കിൽ 1 മുതൽ 25 ആളുകളുടെ ശമ്പളം, ഒരു ഡെയിലി വേജ് എത്രയാണോ അതിന്റെ തുക കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ. മീഡിയൻ തന്നതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ? രണ്ടാമത്തെയും അതുപോലെ മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ്സുകളാണ് കറക്റ്റ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ഏഴാമത്തെ ചോദ്യം, റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2, 1, 5, 3, 11, 7 are points on a straight line. Statement 2, in a line not parallel to either axis, if we draw lines parallel to the axis through any pair of points, the right triangles thus formed are similar. Now, choose the correct answer from those given below. ചുവടെയുള്ള 2 പ്രസ്താവനകൾ നോക്കുക. പ്രസ്താവന 1, 2, 1, 5, 3, 11, 7 ഇവ ഒരു വരയിലെ ബിന്ദുക്കളാണ്.
പ്രസ്താവന 2. അക്ഷങ്ങളിൽ ഒന്നിനും സമാന്തരമല്ലാത്ത വരയിലെ ഏതെങ്കിലും ഒരു ജോഡി ബിന്ദുക്കളിലൂടെ അക്ഷങ്ങൾക്ക് സമാന്തരമായ വരകൾ വരച്ചാൽ കിട്ടുന്ന മട്ടത്രികോണങ്ങളെല്ലാം സദൃശമാണ്. ഇനി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ശരിയായത് കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? 2, 1, 5, 3, 11, 7 ഈ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റുകളാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിലെ 3 പോയിന്റ്സുകൾ, അത് ഈ 3 പോയിന്റ്സും ഈ സ്ട്രെയിറ്റ് ലൈനിലാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് P, ഇത് Q, ഇത് R ആണെന്ന് വെക്കുക. നമ്മൾ എന്ത് ചെയ്യും? Pയും Qയും തമ്മിലുള്ള കോർഡിനേറ്റ്സുകൾ എടുത്തിട്ട് അതിന്റെ സ്ലോപ്പ് കാണും. അപ്പൊ Pയും Qയും നമുക്ക് കിട്ടുന്ന ഒരു സ്ലോപ്പും, അതുപോലെ Qയും Rഉം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലോപ്പും, അതുപോലെ Pയും Rഉം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ലോപ്പും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലെയാണെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ 2, 1, 5, 3 തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാം. 2, 1 ആൻഡ് 5, 3. ഇത് x1, y1, ഇത് x2, y2. സ്ലോപ്പ് എങ്ങനെ കാണുക? സ്ലോപ്പ് m ഈക്വൽ ടു ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 എന്താണ്? 3 മൈനസ് 1 ബൈ x2 എന്താണ്? 5 മൈനസ് 2. 3ൽ നിന്ന് 1 പോയാൽ എത്രയാ? 2 ആണ്. 5ൽ നിന്ന് 2 പോയാൽ 3. ഇനി രണ്ടാമത്തെ പോയിന്റ്സുകൾ നമുക്ക് 2ഉം 1ഉം 11ഉം 7ഉം കണ്ടുപിടിക്കാം. തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാം. m ഈക്വൽ ടു ഇതിൽ ഏതൊക്കെയാണ്? x1, y1 ആണ്, x2, y2 ആണ്. അപ്പൊ നമുക്ക് ആദ്യം y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 7 മൈനസ് 1. ഇനി x2 മൈനസ് x1 11 മൈനസ് 2. 7ൽ നിന്ന് 1 പോയാൽ 6 ആണ്. 11ൽ നിന്ന് 2 പോയാൽ 9 ആണ്. ഇതിനെങ്ങനെയാണ് ഷോർട്ട് ആക്കുക? 6നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 ആണ് കിട്ടുക. 9നെയും 3 കൊണ്ട് തന്നെ ഹരിക്കുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുക. ഇനി മൂന്നാമത്തെ പോയിന്റ്സുകൾ 5, 3, 11, 7. ഇതും കൂടെ നമുക്ക് 2/3 ആണ് സ്ലോപ്പ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 പോയിന്റ്സും ഒരേ സ്ട്രെയിറ്റ് ലൈനിലാണ്. m ഈക്വൽ ടു ഇതെന്താണ്? x1, y1 ആണ്, ഇത് x2, y2 ആണ്. ഇനി y2 മൈനസ് y1 എന്താണ് വരുന്നത്? 7 മൈനസ് 3. x2 മൈനസ് x1 11 മൈനസ് 5. 7ൽ നിന്ന് 3 പോയാൽ 4 ആണ്. 11ൽ നിന്ന് 5 പോയാൽ 6 ആണ്. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. അതായത് നമുക്ക് 3 സ്ലോപ്പുകളും തുല്യമായിട്ടാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 3 പോയിന്റ്സും ഒരേ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സുകളാണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻ എ ലൈൻ നോട്ട് പാരലൽ ടു എയ്തർ ആക്സിസ് ഇഫ് വി ഡ്രോ ലൈൻസ് പാരലൽ ടു ദ ആക്സിസ് ത്രൂ എനി പെയേഴ്സ് ഓഫ് പോയിന്റ്സ് ദ റൈറ്റ് ആംഗിൾസ് ദസ് ഫോംഡ് ആർ സിമിലർ. അതായത് നമുക്കൊരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻ എ ലൈൻ നോട്ട് പാരലൽ ടു എയ്തർ ആക്സിസ്, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ലാത്ത ഒരു ലൈൻ. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്രോസ് ചെയ്ത ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ എന്താ? എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ല. ഇനി ഇഫ് വി ഡ്രോ ലൈൻസ് പാരലൽ ടു ദ ആക്സിസ് ത്രൂ എനി പെയർ ഓഫ് പോയിന്റ്സ്, അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ 2 പെയർ ഓഫ് പോയിന്റ്സ് എടുക്കുകയാണ്. ഇനി ഈ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഓരോ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടില്ലേ? ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വെക്കുക. ഈ 2 പോയിന്റ്സിനും ഇതുപോലെ സമാന്തരമാക്കിക്കൊണ്ട് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് വരച്ചൂടെ? ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് ദസ് ഫോംഡ് ആർ സിമിലർ. ഇതുപോലെ ഫോം ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസുകളൊക്കെ സിമിലിയർ ആണ് എന്നാണ് പറയുന്നത്. ഒരു 2 ട്രയാംഗിൾസുകൾ സിമിലിയർ ആവണമെങ്കിൽ അതിന് നമുക്ക് 3 ക്രൈറ്റീരിയൻസ്, 3 നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം SSS, അതായത് ഈ 2 ട്രയാംഗിൾസിന്റെ 3 സൈഡുകളും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവ രണ്ടും സിമിലിയർ ആണ്. ഇനി രണ്ടാമത്തേത് ASA, അതായത് ഈ 2 ട്രയാംഗിൾസിന്റെ 2 ആംഗിൾസും ഒരു സൈഡും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവ സിമിലിയർ ആണ്. ഇനി മൂന്നാമത്തെ AA ക്രൈറ്റീരിയൻ, അതായത് ഈ 2 ട്രയാംഗിൾസുകളുടെയും 2 കോണുകൾ വീതം തുല്യമാണ് എന്ന് വെക്കുക. അതായത് ഈ ട്രയാംഗിളിന്റെ ഈ കോണും ഈ ട്രയാംഗിളിന്റെ ഈ കോണും തുല്യമാണ്, ഈ ട്രയാംഗിളിന്റെ ഈ കോണും ഈ ട്രയാംഗിളിന്റെ ഈ കോണും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാംഗിൾസും സിമിലിയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമിലിയാരിറ്റി, അതായത് 2 ട്രയാംഗിൾസ് തുല്യമാണ് എന്ന് ഈ രീതിയിലൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ടത്രികോണമാണ്. ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ഓരോ ആംഗിൾസ് വീതം എന്തായി? തുല്യമായി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, 2 പാരലൽ ലൈൻസ്, ഈ പാരലൽ ലൈൻസ് കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും
ഈ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അവ രണ്ടും തുല്യമായിരിക്കും. ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. അതുപോലെ അടിയിലെ ഈ ലൈനും നീട്ടി വരയ്ക്കും. ഇപ്പൊ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയില്ലേ? ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് ഈ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ലൈൻസും കട്ട് ചെയ്ത് പോകുന്ന ലൈനും തമ്മിലുള്ള ഈ ആംഗിളും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അവ തുല്യമായിരിക്കും. അതായത് ഈ രണ്ട് ട്രയാംഗിൾസിന്റെയും രണ്ട് കോണുകൾ വീതം തുല്യമായില്ലേ? അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയൻ പ്രകാരം ഈ രണ്ട് ട്രയാംഗിൾസും സിമിലിയർ ആണെന്ന് പറഞ്ഞൂടെ? അതായത് സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതീയവും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലാണ് ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. ഈ സ്ലോപ്പിന്റെ ഇക്വേഷൻ m=y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 എന്ന ഈ ഇക്വേഷൻ വന്നത് ഈ ഫിഗറിൽ നിന്നാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 2 എന്നത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആവാനുള്ള റീസൺ ആണ്. ഇനി ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അതെന്താണ്? തെറ്റാണ്. കാരണം എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 എന്നത് ട്രൂ ആണ്. ഓപ്ഷൻ ബി എന്താ? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്. ഇവിടെ ഓപ്ഷൻ ബി എന്താണ്? തെറ്റാണ്. കാരണം എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം എന്താണ്? ട്രൂ ആണ്. മൂന്നാമത്തെ എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അതാണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ റീസൺ ആണ്.